തടഞ്ഞിരിക്കുന്ന പശ്ചാത്തലം മറ്റൊരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യാനാകില്ല. പക്ഷേ എല്ലാ തിങ്കളാഴ്ചയും SIT മുമ്പാകെ ഹാജരാകണമെന്ന് പറയുമ്പോൾ തലസ്ഥാനത്തായിരിക്കുമോ SIT മുമ്പാകെ ഹാജരാകുക എന്നുള്ളതാണ് അറിയേണ്ടത്. എല്ലാ തിങ്കളാഴ്ചയും എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അടുത്ത തിങ്കളാഴ്ചയാണ്, അത് 15-ാം തീയതി. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ ആണ് ഉണ്ടാവുക. കാര്യം ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്, SIT ആണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത തിങ്കളാഴ്ച മുതൽക്ക് തന്നെ അങ്ങനെ ഹാജരാവേണ്ടി വരും. അതും തിരുവനന്തപുരത്ത് തന്നെ ഹാജരാവേണ്ടി വരും എന്നുള്ള കാര്യം ഏറെക്കുറെ ഇതിൽ ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ 15-ാം തീയതി വളരെ നിർണായകമാണ് രാഹുലിനെ സംബന്ധിച്ച്. രാഹുൽ തിങ്കളാഴ്ച വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഹൈക്കോടതിയിൽ ആ കേസ് വരുന്ന സമയത്ത് ഏതെങ്കിലും നിലയ്ക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് തള്ളുകയാണ് എന്നുണ്ടെങ്കിൽ രാഹുലിനെ ആദ്യത്തെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഹൈക്കോടതി എന്താണ് അതിലൊരു തീരുമാനമെടുക്കുക എന്നുള്ളതിൽ നമുക്കിപ്പോഴും അറിയില്ല. അത് തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഒരു അറസ്റ്റിന്റെ സാധ്യത അവിടെ തുറന്നു കിടക്കും ഈ തിങ്കളാഴ്ച ആകുന്നതോടുകൂടി എന്നുള്ളതാണ്. പക്ഷേ രാഹുലിന് പുറത്തേക്ക് വരേണ്ടി വരും. കാരണം തിങ്കളാഴ്ച ഹാജരായില്ലെങ്കിൽ അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ അത് കോടതിയിൽ ഉന്നയിക്കുകയും രാഹുൽ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, കോടതിയുടെ ഉപാധി വെച്ചിട്ടുള്ള വിധി അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ കോടതി അലക്ഷ്യമായി അത് പരിഗണിക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കും. അപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും അവരെ തുറന്നു കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച രാഹുലിനെ സംബന്ധിച്ച വളരെ നിർണായകമാണ്. ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ രാഹുൽ കൂടി പോകുന്നു. ശ്യാം, ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് 2ാം ബലാത്സംഗ പരാതിയിൽ. മുൻകൂർ ജാമ്യം നൽകുമ്പോൾ സാധാരണഗതിയിൽ കോടതി കേസിന്റെ മെറിറ്റിലേക്ക് അങ്ങനെ വിശദമായി കടക്കാറില്ല. ഈ കേസിലും അങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ 2ാമത്തെ പീഡന കേസിലാണ്, അതായത് ബലാത്സംഗ കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഈ ഉത്തരവ്. ഇത് ഉപാധികളോടെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്വേഷണവുമായി സമ്പൂർണ്ണമായി സഹകരിക്കണം. ഒപ്പം എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാക്കണം. സാക്ഷികളെ സ്വാധീനിക്കരുത്, മാത്രമല്ല തെളിവുകൾ നശിപ്പിക്കരുത്. അത്തരം പ്രവൃത്തികളിലേക്ക് കടന്നാൽ ഈ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി അന്വേഷണ സംഘത്തിന് കോടതിയിൽ അപേക്ഷ നൽകാം, അല്ലെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാം എന്നടക്കമുള്ള കർശനമായ ഉപാധികളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ കേസിൽ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി 3ാമത്തെ ഐറ്റമായി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വന്നുവെങ്കിലും കൂടുതൽ പോലീസിന്റെ അധിക അന്വേഷണ റിപ്പോർട്ട്, കൂടുതൽ മറ്റൊരു റിപ്പോർട്ട് കൂടി നൽകാനുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. തുടർന്നാണിത് പിന്നീട് പരിഗണിക്കാൻ വേണ്ടി മാറ്റിയത്. ഇതിൽ നേരത്തെ ചുമത്തപ്പെട്ട ബലാത്സംഗ കുറ്റത്തിന് പിന്നാലെയുള്ള കൂടുതൽ വകുപ്പുകൾ ചുമത്തി എന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടതി ഇക്കാര്യം കൂടി കേട്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നിലവിൽ ഹൈക്കോടതി അറസ്റ്റ് വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒളിവ് ജീവിതം വിട്ട് പുറത്തേക്ക് വരുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളില്ല. കാരണം പോലീസിന് നിലവിൽ അറസ്റ്റ് ചെയ്യുന്നതിന് ആദ്യ കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിന് വിലക്കുണ്ട്. 2ാമത്തേതിൽ മുൻകൂർ ജാമ്യം നേടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പുറംലോകത്തേക്ക് വരുന്ന, അല്ലെങ്കിൽ ഇതുവരെ ഒളിച്ചിരുന്ന ഇടത്തു നിന്ന് പുറത്തേക്ക് വരുന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നിലവിൽ മറ്റ് പ്രതിബന്ധങ്ങളൊന്നും തന്നെയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ, അതിലെ അപ്പീൽ ഹൈക്കോടതി തിങ്കളാഴ്ചയാണ് പരിഗണിക്കുന്നത്. അന്നത്തേക്ക് ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ഈ ആദ്യ കേസിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ പോലീസ് റിപ്പോർട്ട്, കേസ് ഡയറി ഉൾപ്പെടെയുള്ളവ കോടതിയിൽ ഹാജരാക്കും. അതുകൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമമായൊരു തീരുമാനമെടുക്കുക. അങ്ങനെ ഒരു അന്തിമമായ തീരുമാനമെടുക്കുന്നതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ ഒളിവിൽ കഴിയാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നിലവിൽ അറസ്റ്റ് തടഞ്ഞു എന്നതുകൊണ്ട് മാത്രം, ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞു, 2ാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം നേടി എന്നതുകൊണ്ട് മാത്രം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ പുറത്തേക്ക് വരാതിരിക്കാൻ പറ്റുമോ? എനിക്കതാണ് അറിയേണ്ടത്. ഇപ്പോഴും മുൻകൂർ ജാമ്യ വ്യവസ്ഥ എന്നുള്ളത് എല്ലാ തിങ്കളാഴ്ചയും SIT മുമ്പാകെ ഹാജരാകണം എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഡിസംബർ 15-ആണ്. ഡിസംബർ 15-നാണ് മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ആദ്യ കേസിൽ പരിഗണിക്കുന്നത്. അപ്പോൾ ആ ദിവസം SIT മുമ്പാകെ ഹാജരാകേണ്ടി വരില്ലേ? വരാതിരിക്കുന്നത് കോടതി അലക്ഷ്യമാകുമോ? 2ാമത്തെ കാര്യം, ആദ്യ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നാൽ SITക്ക് നേരെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യവും വരികയല്ലേ? SITക്ക് ഈ അക്കാര്യം, അതായത് വരുന്ന തിങ്കളാഴ്ചയാണ് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടി വരിക. അങ്ങനെ ഹാജരാകേണ്ടുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരായില്ല എങ്കിൽ സ്വാഭാവികമായും അന്വേഷണ സംഘം അതൊരു കാര്യമായി, അല്ലെങ്കിൽ അതൊരു എതിർവാദമായി കോടതിയിൽ തന്നെ ഉയർത്തുമെന്ന കാര്യം തീർച്ചയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ഹൈക്കോടതി അതിന്മേൽ മുൻകൂർ ജാമ്യം നൽകുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
കാര്യം. കാരണം ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വാദം ഹൈക്കോടതി കേട്ടിട്ടില്ല. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അങ്ങനെയുള്ള മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആദ്യ കേസിൽ ഈ മുൻകൂർ ജാമ്യത്തെ സമ്പൂർണ്ണമായും എതിർക്കാൻ തന്നെയാണ് പ്രോസിക്യൂഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, ഇതിൽ നിരവധിയായ തെളിവുകളടക്കമുണ്ട്. അന്വേഷണം ഏറെ പുരോഗമിച്ചിരിക്കുന്നു, മുന്നോട്ട് പോവുകയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം കോടതിയിൽ അറിയിക്കുകയും ചെയ്യും, ഹൈക്കോടതിയിൽ ഉയർത്തുകയും ചെയ്യും. വളരെ ശക്തമായ രീതിയിൽ തന്നെയുള്ള ഒരു എതിർപ്പ് കോടതിയിൽ അറിയിക്കണമെന്നതാണ് പ്രോസിക്യൂഷൻ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ വിശദമായ ഒരു എതിർ സത്യവാങ്മൂലമായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകുകയും ചെയ്യുക. ഇതിൽ ഇന്ന് ചില കുറ്റങ്ങൾ കൂടി ചുമത്തിയിട്ടുണ്ട് എന്നാണ് ഈ രണ്ടാമത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചത്. അങ്ങനെ അറിയിക്കാനുള്ള കാരണം, നേരത്തെ ബലാത്സംഗ കുറ്റം മാത്രമാണ് ചുമത്തിയിരുന്നത്. ഈ അതിജീവിതയെ ആക്രമിക്കുക, ശാരീരികമായി ആക്രമിക്കുക, ഒപ്പം മർദ്ദനം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ, ഭീഷണിപ്പെടുത്തുക ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ പിന്നീട് ചുമത്തിയിരുന്നു. അത് ഇന്നലെയാണ് അത് സംബന്ധിച്ച കുറ്റങ്ങൾ ചുമത്തിയത്. അതിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് ഇന്ന് കോടതിയിൽ റിപ്പോർട്ടായി നൽകുകയും ചെയ്തത്. പക്ഷേ കോടതി ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം നൽകാനുള്ള തീരുമാനമെടുത്തത്. കാരണം ഇതിൽ ആദ്യ കേസിൽ ഒരുപക്ഷെ കോടതി അതിന്മേൽ അത്തരമൊരു തീരുമാനത്തിന് സ്വാധീനപ്പെടേണ്ട കാര്യമില്ല. എങ്കിലും ആദ്യ കേസിലെ അറസ്റ്റ് തടഞ്ഞു എന്നൊരു സാഹചര്യമുണ്ട്. അത് തന്നെയാണ് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലിന് രണ്ടാമത്തെ കേസിലും അനുകൂലമായത് എന്ന് വേണം നമ്മൾ കരുതുകയും ചെയ്യാൻ. നേരത്തെ അന്വേഷണ ചുമതലയുള്ള IG പൂങ്കുഴലി ബംഗളൂരുവിലെത്തിയാണ് 23 കഴിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നത്. 21 വയസ്സുള്ള സമയത്താണ്. അത് 2 വർഷം മുമ്പാണ് തനിക്കെതിരായ ക്രൂരമായ പീഡനം ഉണ്ടായത് എന്നാണ് ഈ അതിജീവിത പോലീസിന് നൽകിയ മൊഴി. 21 വയസ്സുള്ള സമയത്തായിരുന്നു ഇത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമായിരുന്നു. രാഹുൽ ഈ പെൺകുട്ടിയെ ക്രൂരമായ രീതിയിലാണ് പീഡിപ്പിച്ചത് നടക്കമുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ ഈ പെൺകുട്ടി 23-കാരിയായ പെൺകുട്ടി വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഇതിൽ പറഞ്ഞത് ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതിയുടെ മൊഴിയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കുഞ്ഞ് വേണം എന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. രാഹുൽ നിരന്തരം ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഫോൺ വിളിച്ചാൽ എടുത്തില്ലെങ്കിൽ അസഭ്യം പറയുമായിരുന്നു. ലൈംഗിക അതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാനാകില്ല എന്ന് പറഞ്ഞു. കാറുമായി വീടിനടുത്തെത്തി കൂടെ വരാൻ ആവശ്യപ്പെട്ടു. കേസുമായി മുന്നോട്ട് പോകാൻ ഭയമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ മൊഴി എന്ന നിലയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ യുവതി, രണ്ടാമത്തെ പരാതിക്കാരി, കോടതിയിൽ പറഞ്ഞിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. തുടർന്നാണ് രാഹുലിന്റെ അഭിഭാഷകന്റെ വാദവും കൂടി കേട്ടതിന് ശേഷം കോടതി അതിന്മേലൊരു തീരുമാനമെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് ആശ്വാസകരമാകുന്ന ഒരു തീരുമാനമെടുത്തത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന് ആദ്യ കേസിലെ അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് തിങ്കളാഴ്ച വരെ നിലവിലുണ്ട്. രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ആശ്വാസകരമാകുന്ന നടപടി മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ്.